2024 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അവർ ഇലക്ഷനെ ഒരു സഖ്യകക്ഷിയായിട്ട്, അതായത് അലയൻസ് പാർട്ട്ണറായിട്ട് നേരിടുവാൻ തീരുമാനിച്ചു. ഇപ്പോൾ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ അവർ തമ്മിൽ ഒരു കക്ഷിയായിട്ട് നിന്ന് BJPയെ നേരിടുവാനാണ് പരിപാടി. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ്. 7ഓളം ലോക്സഭാ സീറ്റുകളുള്ള ഡൽഹി കോൺഗ്രസിന് 4 സീറ്റും ആം ആദ്മി പാർട്ടിക്ക് 3 സീറ്റും അങ്ങനെയാണ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചണ്ഡീഗഡ് സീറ്റ് കോൺഗ്രസ് മത്സരിക്കും. അവർ കോൺഗ്രസ്സാണ് ചണ്ഡീഗഡിൽ ഏറ്റവും ശക്തം, അത് വേറെ കാര്യം. പഞ്ചാബിൽ ഇവർ തമ്മിൽ സഖ്യമില്ല. ഹരിയാനയിൽ 1 സീറ്റിൽ, അതേപോലെ ഗുജറാത്തിൽ ആകെ 26 സീറ്റുള്ളതിൽ 2 സീറ്റ് ഭാവ്നഗറിലും ഭറൂച്ചിലും ആം ആദ്മി പാർട്ടി മത്സരിക്കും. ഭറൂച്ച് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഭാവ്നഗർ ആം ആദ്മി പാർട്ടിയുടെ കോട്ടയാണെന്നാണ് പറയുന്നത്, ഒക്കെ കണ്ടറിയാം. ഗോവയിൽ 2 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കും. ഇങ്ങനെയാണ് ഏകദേശ ധാരണ വന്നിരിക്കുന്നത്. ആസാമിൽ ഏകദേശം 1 സീറ്റിൽ. അപ്പം നമ്മൾ ഇതിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ ഏത് രീതിയിലാണ് ഇന്ത്യയിൽ ഒരു ഫോർമേഷൻ ഉണ്ടായത്, അതിനെപ്പറ്റിയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ഇലക്ഷൻ കഴിഞ്ഞുള്ള ഔട്ട്കം, ഏത് രീതിയിലായിരിക്കും ഇത് പോകുന്നത്, ഈ സഖ്യം കൊണ്ട് എന്ത് പ്രയോജനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകദേശം 25-30 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ് 2012 ഡൽഹിയിൽ നടന്ന ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ. അത് ഒത്തിരി പ്രാധാന്യമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട 2012 തന്നെയാണ് നിർഭയ, ഒരു പെൺകുട്ടിയെ ഗ്യാങ് റേപ്പിൽ കൊല്ലപ്പെടുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം അതങ്ങോട്ട് വന്ന് തിളങ്ങിയ സമയമാണ് ഈ 2012 ആം ആദ്മി പാർട്ടിയുടെ വരവും ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷനും ഈ നിർഭയ, അതേപോലെ ചെറുപ്പക്കാർക്ക് പൊളിറ്റിക്സിനോടുള്ള താല്പര്യം കൂടി. അപ്പം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് പിന്നീട് കോൺഗ്രസ് പറഞ്ഞു ഇത് BJPയുടെ ബി ടീമായിരുന്നു. അങ്ങനെയുള്ള വലിയ വലിയ ആരോപണങ്ങളുണ്ടായി. അപ്പം ഞാനൊരു ഡൽഹി താമസക്കാരനും ഈ പറയുന്ന മൂവ്മെൻറ്റുമായിട്ട് നേരിട്ട് കാണുകയും ഇതിൻ്റെ നേതാക്കളുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് കേജ്രിവാളിനെ അറിയാവുന്ന ആം ആദ്മി പാർട്ടിക്ക് ശേഷം 2012 കഴിഞ്ഞൊന്നുമല്ല, എനിക്ക് കേജ്രിവാളിനെ 2007 മുതൽ അറിയാം. അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റായിട്ട് നടക്കുന്ന സമയത്ത് പത്ര ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി നടക്കുകയാണ് ഇയാളുടെ പ്രധാന തൊഴിൽ. ആ സമയം മുതൽ എനിക്ക് അരവിന്ദ് കേജ്രിവാളിനെ നേരിട്ടറിയാം. അപ്പം ഞങ്ങൾ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നീട് അയാൾ വലിയ ആളായി, മുഖ്യമന്ത്രിയൊക്കെയായി. അപ്പോൾ ആ സമയം ഞാൻ ലിറ്ററലി കട്ട് ഓഫ് ചെയ്തു. കാരണം ഇയാളുടെ കുറച്ച് അടുത്ത സുഹൃത്തുക്കൾ പ്രശാന്ത് ഭൂഷൺ, യോഗേന്ദ്ര യാദവ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ, അവരുമായിട്ടായിരുന്നു എനിക്ക് കൂടുതൽ അടുപ്പം. കാരണം ഇയാളെ ഡെലിബറേറ്റ് ആയിട്ട് അവരെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് പ്രതിഷേധം തോന്നി. ഇയാളുമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയായിട്ടുള്ള എല്ലാ ബന്ധവും ഞാനത് അന്ന് കട്ട് ഓഫ് ചെയ്തു. ഈ 2012 സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു മൂവ്മെൻ്റാണ്. ആ സമയത്ത് ഇന്ത്യയിലെ ഭരണം, അതായത് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത്, കോൺഗ്രസ് തന്നെയാണ് ഡൽഹി സ്റ്റേറ്റും ഭരിക്കുന്നത്, ഷീലാ ദീക്ഷിത്. നിങ്ങൾ ഡൽഹിയെ പറ്റി മനസ്സിലാക്കേണ്ടത്, ഡൽഹിയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ആരോടാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് അവർക്ക് താല്പര്യമുള്ളത്? ഡൽഹിക്കാർക്ക് BJPയോടാണ്. കാരണം ഡൽഹി ജീവിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷവും, ഒരു 60 മുതൽ 70% ആളുകളും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കളായ പഞ്ചാബികളാണ് കൂടുതലും. അവർക്ക് BJPയോടും ഹിന്ദു മുന്നണിയും ആ സംഭവത്തോടാണ് കൂടുതൽ താല്പര്യമുള്ളത്. കോൺഗ്രസിനോടായിരുന്നില്ല. എപ്പോഴും BJPയുടെ കോട്ടയായിരുന്നു ഡൽഹി.
പക്ഷേ ഡൽഹിക്കാരെ സംബന്ധിച്ച് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഡൽഹിക്കാർ നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുത്വ, ഹാർഡ് കോർ ഹിന്ദുത്വ അതിനെ അനുകൂലിക്കുന്നവരല്ല. അവർ വിശ്വാസികളാണ്. എന്നാൽ തന്നെയും അവർ ലിബറൽ രീതി നോക്കുവാണെങ്കിൽ, അതായത് സെക്യുലർ രീതി നോക്കുവാണെങ്കിൽ, കേരളത്തിലെ സോ കോൾഡ് സെക്യുലറിസ്റ്റ്, അതായത് മതേതരത്വം എന്ന് എപ്പോഴും കേരളത്തിൽ പറയുന്ന ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയും മതസംഘടനകളും അവരെക്കാളൊക്കെ ഫാർ ബെറ്റർ ആണ് ഡൽഹിയിലുള്ള നോർത്ത് ഇന്ത്യൻസ്, അതായത് പഞ്ചാബികളാണ് കൂടുതൽ അവരുടെ സെക്യുലറിസം. കാരണം ഏകദേശം ഡൽഹിയിൽ 30 വർഷം ജീവിച്ച പരിചയം കൊണ്ടാണ് ഇത് പറയുന്നത്. അവർ കേരളത്തിൽ ഈ പറയുന്ന സോഫാർ സെക്യുലറിസ്റ്റിനേക്കാളൊക്കെ വളരെ ഫാർ മുമ്പിലാണ്. അവരുടെ പ്രവൃത്തിയാണെങ്കിലും അവർ പറയുന്നതാണെങ്കിലും അത് ചെയ്യുന്നതാണെങ്കിലും. കേരളത്തിലെ ബൈക്കിന്റെ ഉപയോഗിച്ച് പറയുന്ന ഒന്ന്, സെക്യുലർ എന്ന് പറയുന്ന ഒന്ന്, തിരിച്ച് പുറയിൽ കാണിക്കുന്ന മറ്റൊന്ന്, പിന്നീട് കാണിക്കുന്ന ഏറ്റവും വൃത്തിഹീനമായ വർഗീയത മാത്രമാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഡൽഹിക്കാർ വോട്ടിങ്ങിൽ പോലും, അതായത് വോട്ട് ചെയ്യുന്ന കാര്യത്തിലും അതായത് ജനാധിപത്യമായി തീരുമാനിക്കുന്ന കാര്യത്തിൽ പോലും കാൻഡിഡേറ്റ് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണെന്നോ തീരുമാനിക്കുന്ന കൂട്ടരല്ല. പിന്നെ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് കോൺഗ്രസിന്റെ അകത്തുനിന്നും BJPക്ക് അകത്തുനിന്നും എല്ലാം ഹിന്ദു കാൻഡിഡേറ്റ്സ് ആണ് ഭൂരിപക്ഷം വരുന്നത്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, എത്രയോ ക്രൈസ്തവ ആരാധനാലയങ്ങൾ ഡൽഹിയിലുണ്ട്. അപ്പം ഈ പറയുന്ന ഗുരുദ്വാരയുടെയും അമ്പലങ്ങളുടെ ഒക്കെ അടുത്തടുത്തുണ്ട്. ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ കേട്ടിട്ടുണ്ട്? അതൊന്നും അവരുടെ ഒരു പ്രശ്നമല്ല. പിന്നെ ഡൽഹിക്കാർ വളരെ ഇന്തൂസിയാസ്റ്റിക് ആണ്, അഡ്വഞ്ചറിസ്റ്റുകൾ. അപ്പോൾ എന്ത് സാഹസികമായ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നവർ കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം BJPയോടും ഹിന്ദു രീതിയിലും പിന്തുണ ഉണ്ടായിട്ട് പോലും അവിടെ എന്തുകൊണ്ടാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിന്റെ അവർ കയറി വരുന്നത്? കാരണം മൂന്ന് പ്രാവശ്യമാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് കയറി വരുന്നത്. അത് ഷീലാ ദീക്ഷിത് ഡൽഹിക്ക് കൊടുത്ത ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. അതായത് ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ട്രാഫിക് ബ്ലോക്കുകളാണ്. പിന്നെ ഷീലാ ദീക്ഷിതിന്റെ സംഭാവന, ഇത് ബേസിക്കലി അവിടെ തുടക്കം കുറിച്ചത്, ഡൽഹി മെട്രോയ്ക്ക് തുടക്കം കുറിച്ചത് ഷീലാ ദീക്ഷിത് അല്ല എങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്ത് ഷീലാ ദീക്ഷിതാണ്. അത് പല സെക്ടറിലോട്ടും സെഗ്മെന്റിലോട്ടും ഇതിനെ മാറ്റി അതിന് വലിയൊരു സംഭവമാക്കി മാറ്റി. പിന്നെ ഡൽഹി ഫ്ലൈ ഓവേഴ്സ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനമുള്ള സിറ്റി ഡൽഹിയാണ്. ആദ്യം ഇപ്പോൾ ഒരു വാഹനം ഇന്ത്യയിൽ ഇറങ്ങുവാണെങ്കിൽ അത് ടെസ്റ്റ് ട്രയൽ ചെയ്ത് ഡൽഹിക്കാർ നല്ലതാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ അക്സെപ്റ്റഡ് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാരുതിയുടെ ഒക്കെ ഫാക്ടറി ആണെങ്കിലും ഹോണ്ട ആണെങ്കിലും പല മാനുഫാക്ചർ യൂണിറ്റും ഡൽഹിയിലാണ്. ഇപ്പൊ ചെന്നൈയിൽ ഉണ്ടാക്കുന്നതും ബാംഗ്ലൂർ ഉണ്ടാക്കുന്നതും മറ്റ് ഗുജറാത്തിലുണ്ടാക്കുന്ന വാഹനങ്ങൾ, കാറുകൾ, ഇത് ഡൽഹിയിൽ ട്രയൽ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് സക്സസ് ആയത്. ഇതിൻ്റെ എല്ലാം ലോഞ്ചിങ് എല്ലാം ഡൽഹിയിലാണ്. കാരണം ഡൽഹിക്കാർ വലിയ വാഹനപ്രിയരാണ്. അവർ ഇത്ര വർഷം വാഹനം ഉപയോഗിക്കുന്നു, പിന്നെ അവർ ദൂരകളെ. അപ്പം ഞാൻ ഈ പറയുന്ന ആ പോയിന്റിലോട്ട് വന്നതിന്റെ കാരണം, അപ്പൊ അവർക്ക് ഈ ട്രാഫിക് വലിയ പ്രശ്നമായിട്ട് മാറി. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഷീലാ ദീക്ഷിതിന്റെ ഭരണത്തിന് കഴിഞ്ഞു. പിന്നെ ഫ്ലൈ ഓവേഴ്സ് വന്നു, ഡൽഹി മെട്രോ വന്നു. ഡൽഹി മെട്രോ എന്ന് പറഞ്ഞാൽ ഡൽഹിക്കാരുടെ ലൈഫിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഷീലാ ദീക്ഷിത് അടുപ്പിച്ച് 3 പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നെ നിർഭയയുടെ ആ കേസ് ഉണ്ടാകുകയും പിന്നീട് നിങ്ങൾ കണ്ടു മൻമോഹൻ സിംഗിന്റെ സമയത്ത് അഴിമതിയുടെ ഇങ്ങനൊരു വാലായിരുന്നു. 2G സ്കാം, കൽക്കരി കുംഭകോണം, അങ്ങനെ കിടക്കുകയാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അതിനൊന്നും പ്രതിരോധിക്കുവാൻ ഇന്ത്യയിലെ BJPക്ക് അന്ന് കഴിഞ്ഞിട്ടേയില്ല. കാരണം പല ഇഷ്യൂസ് ഉണ്ടാകുന്നു, പല സംഭവങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ കേന്ദ്ര ഭരണത്തെ ആണെങ്കിൽ ഡൽഹിയിലുള്ള ഷീലാ ദീക്ഷിതിന്റെ ഭരണത്തെ പോലും BJPയുടെ സ്ട്രോങ് ഹോൾഡാണ്. അതിനെ പോലും എതിർക്കുവാനും പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനും BJPക്ക് കഴിയുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ പറയുന്ന ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ ഉണ്ടാകുന്നത്.
അതിന് ഉറപ്പായിട്ടും RSSന്റെ കേഡേഴ്സിന് പിന്തുണ കൊടുത്തിരുന്നത് അത് ബേസിക്കലി ഇതിനെ അനുകൂലിക്കുന്ന രീതിയിലല്ല. കാരണം നിങ്ങൾ RSSനെ പറ്റിയും അവരുടെ സംഘടനയെ പറ്റിയും അവരാർക്കൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് പിന്തുണ കൊടുക്കുന്നതിനെ പറ്റിയും സസൂക്ഷ്മം പഠിച്ചാൽ മനസ്സിലാകുന്ന സംഭവമാണ്. RSS പല ആവർത്തി കോൺഗ്രസിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ആണെങ്കിലും മൻമോഹൻ സിംഗിന്റെ പല പോളിസി ആണെങ്കിലും ഇതൊക്കെ RSSുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് പലതും ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ RSSന് ഇന്ത്യയിൽ എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. കാരണം വലിയ സംഘടനയാണ്, ഹിന്ദു സംഘടനയാണ്. ഇപ്പൊ പല സ്റ്റേറ്റുകളിലും BJP എതിർക്കുന്ന കോൺഗ്രസിനെ ഇവർ RSS അനുകൂലിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ RSSന്റെ നേതാക്കൾ അധികവും പറയുന്നത് അവർ പൊളിറ്റിക്കൽ സംഘടനയല്ല, പക്ഷെ അവർക്ക് തീരുമാനമെടുക്കാൻ പലതിനും കഴിയും. ഇപ്പം അവസാനം 3ാമത്തെ ടൈമിൽ മോദിയെ ഏറ്റവും കൂടുതൽ എതിർത്ത ആരാണ്? RSSും വിശ്വ ഹിന്ദു പരിഷത്തുമാണ്. ഇതൊക്കെ ഒരു സൈഡിലുണ്ട്. പക്ഷെ അങ്ങനൊന്നും അല്ല ഈ പറയുന്ന ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ, കാരണം നെപ്പോട്ടിസം, കാരണം ആര് പറഞ്ഞാലും ഒന്നും കേൾക്കുന്നില്ല, അഴിമതി എല്ലായിടത്തും കൊടികുത്തി വാഴുന്നു. പിന്നെ പുതിയൊരു ജനറേഷൻ ഉണ്ടാകുന്നു, ഒരു ഡിജിറ്റൽ ജനറേഷൻ, സോഷ്യൽ മീഡിയ ജനറേഷൻ. ഇവർക്ക് കോൺഗ്രസിനെ ഭയങ്കരമായിട്ട് എതിർപ്പാകുന്നു. ഇത് മുതലാക്കുവാൻ ഈ പറയുന്ന ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷന് കഴിഞ്ഞു. പിന്നീട് അത് പൊളിറ്റിക്കൽ പാർട്ടി ആകുന്നു. അതിൻ്റെ കൂടെ തന്നെ നിർഭയയുടെ കൊലപാതകം വരുന്നു, ഗ്യാങ് റേപ്പ് വരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യയിലുണ്ടായ വലിയ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു പിന്നീട് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കൺവേർട്ട് ചെയ്ത ആം ആദ്മി പാർട്ടി. അതാണ് ഇതിന്റെ സിമ്പിളായിട്ട് പറയാവുന്നത്. ഇതിന്റെ ആ പ്രതിഫലനങ്ങൾ, വേവ്സ് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായി. മുംബൈയിലുണ്ടായി, ബാംഗ്ലൂരുണ്ടായി, ചെന്നൈയിലുണ്ടായി, അഹമ്മദാബാദിലുണ്ടായി, മറ്റുള്ള പല സ്റ്റേറ്റിലും ഉണ്ടായി, പഞ്ചാബിലുണ്ടായി, ഭയങ്കരമായിട്ടുണ്ടായി. മനസ്സിലാക്കുക, പഞ്ചാബിലും ഉണ്ടായേക്കുന്ന ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് കോൺഗ്രസ് ആണ്, എഗെയിൻസ്റ്റ് BJP അല്ല. ഗുജറാത്തിലുണ്ടായത് എഗെയിൻസ്റ്റ് BJP ആയിരുന്നു. കർണാടകയിൽ ഉണ്ടായത് എഗെയിൻസ്റ്റ് BJP ആയിരുന്നു. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓരോ സെഗ്മെന്റ് വൈസ് സെഗ്മെന്റ് നോക്കണം. കോൺഗ്രസിനെതിരെ എവിടൊക്കെ ഇവരുണ്ടാകാൻ ശ്രമിച്ചു അവിടൊക്കെ ഇവർക്ക് സക്സസ് ആകാൻ കഴിഞ്ഞു. BJPക്കെതിരെ ഇവർക്ക് അത്രമാത്രം സക്സസ് ആകാൻ കഴിഞ്ഞില്ല. അപ്പൊ അതെന്താ കാരണം? അതാണ് അടുത്ത ചോദ്യം. ആ സമയത്തൊക്കെ BJP കേന്ദ്രത്തില് പ്രതിപക്ഷമായിരുന്നു. കോൺഗ്രസ് പല സംസ്ഥാനത്തും ഭരണപക്ഷത്തായിരുന്നു. സംസ്ഥാനത്തും ഭരണപക്ഷത്തായിരുന്നു, കേന്ദ്രത്തിലും ഭരണപക്ഷത്തായിരുന്നു. അത് മുതലെടുക്കുവാൻ അന്ന് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു. പിന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഡിക്റ്റേറ്റർ മനോഭാവവും കൂടെ ഉള്ളവരെ മുഴുവനും ചവിട്ടി ഒതുക്കുന്ന രീതിയും, കാരണം അയാൾക്ക് ഭയമായിപ്പോയി. ഇപ്പൊ കേജ്രിവാളുമായിട്ട് അടുത്ത് അറിയാവുന്ന 1-2 പേര് എന്നോട് പറഞ്ഞത്, ഇപ്പൊ കേജ്രിവാളിന് ഇത്രമാത്രം മാസീവായിട്ട് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ ഭയന്നു പോയി, പേടിച്ചു പോയി. അങ്ങനെയാണ് കൂടെയുള്ളവരെ മാറ്റി നിർത്താനും അവരെ ഒതുക്കാനും വേണ്ടി കേജ്രിവാൾ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഡൽഹിയിലും പഞ്ചാബിലും മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോയത്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്രയോ പേര് ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ സപ്പോർട്ട് ചെയ്യാനും ഫണ്ട് കൊടുക്കാനും ആൾക്കാരുണ്ടായിരുന്നു. ഡൽഹിയിൽ ആദ്യം ആം ആദ്മി പാർട്ടി തുടങ്ങിയ സമയത്തും പഞ്ചാബിൽ തുടങ്ങിയ സമയത്ത് സപ്പോർട്ട് ചെയ്യാനും ഫണ്ട് കൊടുക്കാനും ആളുകളുണ്ടായിരുന്നു. പിന്നീട് ഇതേപോലെ ക്രൗഡ് ഫണ്ടിങ്ങും സംഭവം കേജ്രിവാളിന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് മാറിപ്പോയത്. പിന്നെ കേജ്രിവാള് പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളും മണ്ടത്തരമായി. എല്ലാവർക്കെതിരെയും അനാവശ്യമായ അലിഗേഷൻസ് ഉന്നയിച്ചു. ഇപ്പൊ ഗഡ്കരി കള്ളനാന്ന് പറഞ്ഞു, കപിൽ സിബൽ കള്ളനാ, എല്ലാവരും കള്ളനാന്ന് പറഞ്ഞു. അയാൾ മാത്രം മാന്യനാന്ന് പറഞ്ഞു, ബാക്കി എല്ലാവരും കള്ളനാന്ന് പറഞ്ഞു. അവസാനം ഇതൊക്കെ കോടതിയിൽ കേസായി. ഇവിടെ എല്ലായിടത്തും കേജ്രിവാൾ ഓരോ കോടതിയിലും ഓടി നടന്ന് അപ്പോളജി ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ ഇയാളുടെ ക്രെഡിബിലിറ്റി വല്ലാതെ താപ്പോട്ട് പോയി. അപ്പൊ ആർക്കെതിരെയാണ് ആം ആദ്മി പാർട്ടി ഉണ്ടായത്? കോൺഗ്രസിനെതിരെ. ഇപ്പോൾ കോൺഗ്രസുമായിട്ട് യോജിച്ച് ആം ആദ്മി പാർട്ടി മത്സരിക്കും. ഇത് ഡൽഹിയിലോട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റും BJPക്കാണ് കിട്ടിയത്. അതിനു മുമ്പേയും 7 സീറ്റുകളിൽ 7 സീറ്റും BJPക്കാണ് കിട്ടിയത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ആം ആദ്മി പാർട്ടി സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിച്ചത്.
അപ്പൊ ഈ രണ്ട് പാർട്ടിയും കൂടെ ഒരുമിച്ച് നമ്മൾ വോട്ടിന്റെ കാൽക്കുലേഷൻ എടുക്കുകയാണെങ്കിൽ BJPക്ക് കിട്ടിയ വോട്ടിന്റെ പകുതി പോലും പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ രണ്ട് പാർട്ടിക്ക് ഒരുമിച്ച് ഇരുന്നാൽ കിട്ടുന്നില്ല. അപ്പോഴെങ്ങനെയാണ് സക്സസ് ആവുന്നത്? ഇതാണ് ചോദ്യം. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടാക്ടിക്കൽ ഭാവം എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മോദിയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ മോദിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അടുത്തൊരു പോയിന്റ് ഉണ്ട്, പ്രധാനപ്പെട്ട പോയിന്റ്. മോദി ഈ പറയുന്ന ഹിന്ദുത്വയും BJPയും അതിനൊക്കെ മുകളിലോട്ടങ്ങ് പോയി മൂന്നാമത്തെ 2024 ഇലക്ഷൻ ആകുമ്പോൾ. കാരണം അതിനൊക്കെ വളരെ മുകളിലായിപ്പോയി. അതാണ് ഈ കോൺഗ്രസിനും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്കും മോദിയെ പിടിച്ചാൽ കിട്ടാൻ പറ്റാത്ത രീതിയിലായി പോയത്. ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പലയിടത്തും ലയനമുണ്ട്. എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു അലയൻസ് പാർട്ണറായിരുന്നു സാബു ജേക്കബ്. അപ്പൊ അയാളുടെ പേരാണ് എറണാകുളത്തും ചാലക്കുടിയിലും BJP മത്സരിക്കുന്ന രീതി വന്നേക്കുന്നത്. ഇനി ആം ആദ്മി പാർട്ടിക്കകത്ത് പോയ ആന്റി കോൺഗ്രസ്സുകാരൻ, മനസ്സിലാക്കിയ ആന്റി കോൺഗ്രസ്സുകാരാണ് ആം ആദ്മി പാർട്ടിക്കകത്ത് പോയേക്കുന്നത്. പിന്നെ കോൺഗ്രസിൽ നിന്ന് വലിയൊരു വിഭാഗം പോയിട്ടുണ്ട്. ഇപ്പൊ യോഗേന്ദ്ര യാദവ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്നു. ഈ കേജ്രിവാളുമായിട്ട് തെറ്റിയിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കി അവസാനം പിന്നെ കോൺഗ്രസ് പാർട്ടിയിലാണ് ലയിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന BJPക്കാര്, അതേപോലെ കോൺഗ്രസിൽ നിന്ന് പോയവര്, അത് ആന്റി കോൺഗ്രസ്സുകാര്, ഇവരൊക്കെ ആർക്കാ വോട്ട് ചെയ്യുന്നത്? കാരണം നിങ്ങളൊരു ലയനം ഉണ്ടായി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ ലയനം ഉണ്ടാകണം. കാരണം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകത്തില്ല, കോൺഗ്രസ്സുകാരും തയ്യാറാകത്തില്ല, ഈ ആം ആദ്മി പാർട്ടി തയ്യാർ. പിന്നെ ഈ പാർട്ടിയുടെ ഒക്കെ കേഡേഴ്സ് അങ്ങ് ചുരുങ്ങി അങ്ങ് ശൃംഖിയായി വളരെ. ഈ പറയുന്ന വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ ഇത് 10-15 വർഷം കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അസംബ്ലി ഇലക്ഷനിലും മറ്റുള്ള ഇലക്ഷനിലൊക്കെ വരുമ്പോൾ, കാരണം ഇവരുമായിട്ട് യോജിച്ച് പോയിട്ട് ഒരു ഔട്ട്പുട്ടോ ഔട്ട്കമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഈ പറയുന്ന ഗുജറാത്തിലും വലുതായിട്ട് ഉണ്ടാകാൻ സാധ്യതയിൽ, ഡൽഹിയിൽ 7 സീറ്റിൽ ഒരു തോറ്റുപോകും. അതേപോലെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് മേൽക്കോൽ വീണ്ടും അവിടെ കോൺഗ്രസ് ഇല്ലാതായി. അത് മനസ്സിലാക്കണം. അമരീന്ദർ സിംഗിനെതിരെയാണ് ആം ആദ്മി പാർട്ടി ഉണ്ടായത്. അമരീന്ദർ സിംഗ് അവിടെ പോയി, അയാളിപ്പം BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പം ഈ പൊളിറ്റിക്സിന്റെ ടാക്ടിക്സ്, അതായത് സ്ട്രാറ്റജി മുഴുവനും മാറിയിരിക്കുകയാണ്. അതാണ് പ്രധാനമായിട്ടും ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒപ്പോസിഷൻ പാർട്ടികൾക്കും മനസ്സിലാകാത്തത്. എങ്ങനെ എതിർക്കും മോദിയെ? അതിനുള്ള ഒരു സ്ട്രാറ്റജി അവർക്ക് ഇന്നും തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല.